ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് സ്പെഷ്യലായിട്ട് ചേട്ടൻ ചന്തയിൽ നിന്ന് പോയി ചെങ്കലവയും കണവയും വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ നമുക്ക് ചേട്ടൻ്റെ അടുത്ത് ചോദിക്കാം എന്തിനൊക്കെ വയ്ക്കണമെന്ന്. ചേട്ടാ, ചെങ്കലവയും കണവയും എന്ത് ചെയ്യണം? ചെങ്കലവ കറി വയ്ക്കാം, കണവ തോനെയില്ലേ, അപ്പം കുറച്ച് പൊരിക്കുകയും ചെയ്യാം, തോരനും വയ്ക്കാം. ഇവിടെ മോൻ ചിരട്ട പറക്കിയിട്ട് കളിക്കുന്ന സമയത്ത് ഞാൻ പോയി തേങ്ങ തിരുവാൻ എടുത്ത്, അങ്ങനെ തോരനുള്ളതിന് മുളകും പൊടിയും ഇത്തിരി മഞ്ഞൾപ്പൊടിയും ഇത്തിരി ജീരകവും ഒക്കെ ഇട്ട് അടിച്ച്, പിന്നെ കറിക്കുള്ളതിന് തേങ്ങ അരച്ചുള്ള അരപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, കുരുമുളക് ഇതെല്ലാം കൂടെ ഫ്രൈ ചെയ്യാനുള്ളതിന് പേസ്റ്റാക്കി വെച്ച് അതിനകത്ത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പെല്ലാം കൂട്ട് പരട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്യാം. ആദ്യം ചെങ്കലവ കണ്ടിക്കാനുള്ള പരിപാടിക്ക് ഒന്ന് കണ്ടിച്ച് വൃത്തിയാക്കി, പിന്നെ കണവ കട്ട് ചെയ്യാനുള്ള പരിപാടിയാണ്. അതിൻ്റെ കട്ട് കലങ്ങിപ്പോയാൽ മൊത്തം കലങ്ങുക, അത് ശ്രദ്ധിച്ച് വേണം, സമയമെടുത്ത് ചെയ്താലേ വൃത്തിയാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അതും വൃത്തിയാക്കി വെച്ച് റെഡിയായതിന് ശേഷം അതിൽ കട്ടെടുത്ത് കളഞ്ഞില്ലെങ്കിൽ മൊത്തം കലങ്ങും. പിന്നെ ഉള്ളിയും എല്ലാം അരിഞ്ഞ് വെച്ച്, പിന്നെ കിഴങ്ങും എല്ലാം വെച്ചിട്ട് കറി റെഡിയായി. പിന്നെ ഉള്ളി എല്ലാം കൂടി ഇട്ട് വാട്ടണം തോരത്തിന്. ശേഷം വാടി വന്നതിന് ശേഷം അതെല്ലാം ഇട്ട് അത് വെന്ത് വന്നതിന് ശേഷം അരപ്പും ഇട്ട് അത് റെഡിയായി. പിന്നെ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിക്കെല്ലാം പുരട്ടി വെച്ച്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, 0 കൊളസ്ട്രോളുള്ള എണ്ണയാണ്, തവിടെണ്ണയാണ്. പിന്നെ ഫ്രൈ ചെയ്യാനുള്ള പരിപാടിക്ക് പോയി ഫ്രൈ എല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ചോറൊക്കെ ഇട്ട്, ചോറിൻ്റെ കൂടെ കിഴങ്ങ്, തോരൻ, ഫ്രൈ എല്ലാം കൂടെ പൊട്ടിച്ചിട്ട് സൂപ്പർ എന്ന് പറഞ്ഞ് കഴിച്ചിട്ട്, എനിക്ക് നമ്മൾ രണ്ടുപേരും കൂടെ കഴിച്ച്. ഇത്രയുള്ള എൻ്റെ വീഡിയോ. ടാറ്റാ.